ഇവിടുത്തെ മഴയും കുളിരും ഒക്കെ കൊണ്ടിട്ട് ഇനി ചെന്നൈയിലേക്ക് പോകുന്നവരെ ചിന്തിക്കാൻ കൂടി വയ്യേ. ചെന്നൈയില് മഴ പെയ്യും, അത് എപ്പോഴാണെന്ന് അറിയാവോ? ദീപാവലി ടൈമിൽ പെയ്യുവേ. എന്നിട്ട് നമ്മുടെ നാട്ടിൽ പെയ്യുന്നതിന്റെ 1% പോലും പെയ്തില്ലെങ്കിലും അവിടെ നല്ല വെള്ളപ്പൊക്കമായിരിക്കും. പണ്ട് ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പോഴും ട്രിച്ചിലെ ട്രെയിനിങ് സെന്ററിൽ പോയപ്പോഴും ഞാൻ വീട്ടിൽ വരണമെന്ന് വിളിച്ചു പറയുന്നതിന്റെ മെയിൻ റീസൺ മഴയായിരുന്നു. മഴ കാണാൻ ഭയങ്കര കൊതിയാണ്. മാത്രമല്ല തണുപ്പത്ത് ചുരുണ്ട് മൂടി കിടന്നുറങ്ങുന്നതും അതൊക്കെ ഒരു വല്ലാത്ത ഫീലാണ്, ഒരു ഇമോഷനാണ്. മാമാട്ടി നേരത്തെ എണീറ്റിട്ട് ഇതേ അച്ചാമ്മയുടെ കൂട്ടത്തിൽ ഇരിക്കുവാണേ. ഞാനപ്പോ പോയി മഴ ആസ്വദിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അപ്പൂസ് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പൂസാണ് ഈയിടെയായിട്ട് നല്ല വർക്ക് കൂടുതലാണ്. നമ്മൾ അവിടെ കിടന്ന് കരന്ന് കാല് പിടിച്ച് ലീവ് എടുത്ത് വരുമ്പോഴേക്ക് അപ്പൂസിന് അല്ലേലും വർക്ക് ലോഡ് കൂടും. ഇനി നമ്മൾ ചെന്നൈയിലേക്കൊന്ന് പോയി നോക്കിക്കാം. അവിടെ ചെന്ന് കാല് കുത്തുന്നതിന്റെ ഫസ്റ്റ് ഡേ മുതൽ അപ്പൂസ് ഫ്രീ ആയി. ഇനി മഴയല്ലേ വരാൻ പോകുന്നത്, അതുകൊണ്ട് ഇനി അപ്പൂസിനെ പ്രതീക്ഷിക്കണ്ട. മഴയായത് കാരണം കോട്ടിട്ട് പുറത്തു പോകാൻ പോവാണ് കേട്ടാ. എനിക്കത് കണ്ടപ്പോ വെള്ളാട്ട പോക്കർ ഓർമ്മ വന്നു. ഇവിടത്തെ വെള്ളാട്ട പോക്കറിന്റെ കൂടെ ഒരു പോക്കറി കൂടെ കയറി ഇരിപ്പുണ്ടേ.